ആംസ്റ്റർഡാം എന്തൊക്കെയുണ്ട്? ഇതാ നേരത്തെ കാണിച്ച ഇത് എന്തിനോട് ആസ്പദമായിട്ടാണ് ഈ പരേഡ് എന്ന് അറിയില്ല കേട്ടോ. ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ തോക്ക് പ്ലാസ്റ്റിക് ആണോ അതൊക്കെ അറിയാം. അതായത് കുറെ തോക്ക് കാണുന്നുണ്ട്, കണ്ടിട്ട് ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. എന്താ അറിയില്ല, അത് അങ്ങനെ തന്നെ ആണോ അറിയില്ല. ഒറിജിനലായിരിക്കും. അടിപൊളി. എന്താണ് ഇങ്ങനെ മാർച്ചൊക്കെ നോക്ക്. ഇതൊക്കെ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരാ, ഓരോ ഗ്രേഡ് ആവണ്ടേ. അടിപൊളി. ഓരോ സ്റ്റാൻഡേർഡ്. അത് ഇത് വേറെ ആരാന്നറിയില്ല. ചെറിയ ചെക്കന്മാർ പെണ്ണൊക്കെ അതാ, ഇതൊക്കെ പെണ്ണാണ്ടോ, ഇതൊക്കെ പെണ്ണുങ്ങളാ. ഇതൊക്കെ വലിയ വലിയ മാർഷലൊക്കെ ആയിരിക്കും, നമുക്ക് അറിയാം. അപ്പോൾ ഇത് ആംസ്റ്റർഡാം സെൻട്രാട്ടോ, ടൗൺ കണ്ട അടിപൊളി. ഇത് സൈക്കിൾ ട്രാക്കാണ് അല്ല, ഞാൻ പറഞ്ഞ ഡച്ച് ബൈക്ക് സൈക്കിൾ ട്രാക്കാണ് അത്. പിന്നെ വാഹനങ്ങൾ പോകുന്ന ഇത് ട്രാം എന്ന് പറയില്ല, ട്രാം ട്രാക്ക് കണ്ട അടിപൊളിയാ. എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇത് ട്രാം, അത് സൈക്കിള്, ഇത് സൈക്കിള്, അത് പെഡസ്ട്രിയന് പോകാനുള്ളത്, നടുവിലും പെഡസ്ട്രിയൻ. അടിപൊളിയല്ലേ? ഇവിടെ പിന്നെ കഞ്ചാവ് ഫ്രീ ഇതാട്ടോ, ലീഗലാണ്, നാടുപോലല്ല. ഇവിടെ കഞ്ചാവ് കുറേ, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട്. കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ, കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ചാവിൻ്റെ ഷോപ്പാണ്. അവിടെ ഇപ്പോൾ കയറിയിട്ട് കഞ്ചാവ് വലിക്കുക, കഞ്ചാവിൻ്റെ ചായ കാപ്പിയൊക്കെ ഉണ്ടാവും, കഞ്ചാവ് ചേർത്ത് അരച്ചിട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ട്രിപ്പ് ഒരു അങ്ങോട്ടൊന്ന് പോകുന്നുണ്ടെന്ന്. ഞാൻ പിന്നെ കഞ്ചാവ് വലിയൊന്നും ഇല്ല കേട്ടോ, കഞ്ചാവ് വെള്ളാട്ടിയൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു എക്സൈറ്റ്മെൻറ്റ് വൃത്തിയിൽ. പിന്നെ ഇവിടെ റെഡ് ഡിസ്ട്രിക്റ്റ്, ഈ വേശ്യാലയം ഭയങ്കര ഫേമസായി. ലോകത്തിലെ ആംസ്റ്റർഡാം ഫേമസ് ആയത് തന്നെ ഈ വേശ്യാലയം, റെഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. നമ്മളെ ചുവന്ന തെരുവ്, നമ്മൾ ബോംബെയിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അവിടേക്കൊന്ന് പോകുന്നുണ്ട്, ഒന്ന് കാണാനാണ് ഇതൊക്കെ. വേറെ വേണ്ടാത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ടൂറിനൊരു ഭാഗമായിട്ട്. ഇവിടെയാണ് ഇവരുടെ ഇത് ഹോൾട്ട് ചെയ്തത്. അപ്പോൾ കാണാമെന്നാലേ, ബൈ ബൈ.